മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിൽ പുതിയ വാദവുമായി മാത്യു കുഴൽനാടൻ MLA 5 രേഖകൾ അധികമായി ഹാജരാക്കിയെന്നും മുഖ്യമന്ത്രിയുടെയും മകളുടെയും പങ്ക് തെളിയിക്കുന്നതാണ് പുതിയ രേഖകൾ എന്നുമാണ് കുഴൽനാടന്റെ വാദം. കേസിൽ വിധി പറയുന്നത് 6ലേക്ക് മാറ്റിയിട്ടുണ്ട്. വിവരങ്ങളുമായി അഖിൽ പാലോട്ട് മഠം ചേരുന്നുണ്ട്. അഖിൽ, എന്തായാലും വിധി പറയുന്ന 6ലേക്ക് മാറ്റി അതിൻ്റെ നിർണായകമായ കുറച്ച് രേഖകൾ കൂടി ഹാജരാക്കിയെന്ന് മാത്യു കുഴൽനാടൻ പറയുകയുണ്ടായല്ലോ. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ലക്ഷ്മി, മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ട മാസപ്പടി വിവാദം അത് ഓരോ തവണയും കോടതി മുറിയിൽ അതിൻ്റെ വാദം കേൾക്കുന്ന സമയത്ത് പുതിയ പുതിയ വെളിപ്പെടുത്തലുകളാണ് പൊതുസമൂഹത്തിന് മുമ്പിൽ ആ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസിൽ ഉണ്ടാകുന്നത്. ആദ്യഘട്ടത്തിൽ അതിൻ്റെ പ്രോസിക്യൂഷൻ നടപടികളൊക്കെ തന്നെ ആരംഭിക്കുന്ന ഘട്ടത്തിൽ ആദ്യം CMR കമ്പനിക്ക് വേണ്ടി അതിൻ്റെ ഉപകമ്പനിയായ KMLനും എങ്ങനെയാണ് അതിന് അപ്രൂവൽ കിട്ടുന്നത്, അതിൻ്റെ ഇടപെടൽ നടത്തുന്നതിലേക്ക് വേണ്ടി മുഖ്യമന്ത്രി നടത്തിയ ഇടപെടൽ ഇവയായിരുന്നു അതിൽ പ്രഥമഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. രണ്ടാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ മുഖ്യമന്ത്രി അധികാരത്തിൽ പിണറായി വിജയൻ വന്നതിനു ശേഷം മകളുടെ കമ്പനിയായ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് ആ കമ്പനിയിലേക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഉപകരാർ എത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്തു. ഇന്ന് ആയിരുന്നു ആ വിധിയുടെ, അതായത് വാദപ്രതിവാദങ്ങൾക്ക് ഒടുവിൽ ഇന്നായിരുന്നു ആ കേസിൽ ഒരു വിധി പറയുന്നതിലേക്ക് വേണ്ടി തിരുവനന്തപുരത്ത് വിജിലൻസ് കോടതി തയ്യാറായിരുന്നത്. ആ ഘട്ടത്തിലാണ് പക്ഷേ ഇന്ന് വിധി പറയരുത് എന്ന ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അതിലെ പ്രധാന കക്ഷിക്കാരനായിട്ടുള്ള മാത്യു കുഴൽനാടൻ MLA പുതിയ 5 രേഖകൾ കൂടി സമർപ്പിച്ചിരിക്കുന്നത്. ആ രേഖകളിൽ പറയുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് തന്നെ അതിൽ മുഖ്യമന്ത്രി ഈ കേസിൽ ഡയറക്റ്റായിട്ട് ഇടപെട്ടിട്ടുണ്ട്. ആ ഇടപെടുന്നത് എന്ന് പറയുന്നത് കേന്ദ്രത്തിൻ്റെ ഭൂപരിധി നിയമത്തെ പോലും അട്ടിമറിക്കുന്ന തരത്തിലാണ് ഈ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായത് എന്നതാണ് ആദ്യമായി ഉന്നയിക്കുന്ന ഒരു കാര്യം. രണ്ടാമത് ഉന്നയിക്കുന്നത് കൃത്രിമമായിട്ടുള്ള ചില രേഖകൾ നിർമ്മിച്ചു എന്നതാണ്. അത് രണ്ടാമതായും മാത്യു പറയുന്ന മറ്റൊരു കാര്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് ആ കേസ് പരിഗണിക്കുന്ന സമയത്ത് അത് അന്തിമമായി വിധി പറയാൻ സാധിക്കാത്ത തരത്തിലുള്ള 5 രേഖകൾ കൂടിയാണ് അദ്ദേഹം രേഖപ്പെടുത്തുന്നത്. അതിൽ അദ്ദേഹം പ്രധാനമായും ഊന്നൽ നൽകുന്നത് കരിമണൽ ഖനനം നടത്താൻ വേണ്ടി CMRനെ സർക്കാർ അനധികൃതമായിട്ടൊരു സഹായം നൽകിയതിനും അപ്പുറത്ത് അതിന് അട്ടിമറിക്കപ്പെട്ടു എന്ന് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അത് നടപ്പിലാക്കാൻ സാധിക്കില്ല എന്ന ലോ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഒരു നിർദ്ദേശം വരുന്നുണ്ട്. അത് അനുമതി കൊടുക്കാൻ സാധിക്കുന്നതല്ല എന്ന ഇൻഡസ്ട്രിയൽ വകുപ്പും അതുപോലെ തന്നെ ലോ ഡിപ്പാർട്ട്മെന്റും ഒക്കെ തന്നെ നിർദ്ദേശം നൽകുന്നു. അത് പക്ഷേ പരിഗണിക്കാതിരിക്കാൻ വേണ്ടി തന്നെ പുതിയ പ്രോജക്റ്റ് ടൂറിസം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് തയ്യാറാക്കി നൽകണമെന്നൊരു നിർദ്ദേശത്തോടു കൂടി ആലപ്പുഴയിലെ ജില്ലാ ഈ ടൂറിസം പ്രൊമോട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ ഒരാളുടെ നിർദ്ദേശപ്രകാരം മാത്രം അവിടെ കളക്ടറെ പോലും മാറ്റി നിർത്തിക്കൊണ്ടൊരു നിർദ്ദേശത്തിലേക്ക് പോകുന്നു എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് അതിൽ ഈ മാത്യു ഉന്നയിക്കുന്നത്. അതിന് പ്രധാനമായും മാത്യു രേഖപ്പെടുത്തിയ ഒരു രേഖ എന്ന് പറയുന്നത് ആലപ്പുഴയിലെ കളക്ടർമാരുടെ രേഖയാണ്. അതിൽ ഈ എത്തുന്ന 53ാമത്തെ കളക്ടറായി എത്തുന്ന ഡോക്ടർ രേണുക രാജ AS 13/3/2022 മുതൽ 7 ഉണ്ടായിരുന്നത് 26/7/2000, അതായത് 4 മാസ കാലയളവിൽ മാത്രം ഒരു കളക്ടർ ഒരു ജില്ലയുടെ അധികാരിയായിരിക്കുന്നു. തൊട്ടു പിന്നാലെ തന്നെ 26-ാം തീയതി കൂടി ഡോക്ടർ ശ്രീറാം വെങ്കടരാമൻ IAS എത്തുന്നു. 26/7/2022 മുതൽ 2/8/2022, അതായത് 1 മാസക്കാലം പോലും തികച്ചിരിക്കാതെ ഒരു കളക്ടറെ അവിടെ നിയമിച്ചുകൊണ്ട് ചില അട്ടിമറികൾ നടത്തി എന്നതാണ് മാത്യു ഒരു പ്രധാന വാദമായി ഉന്നയിച്ചത്. അതിന് മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രിയുടെ പക്കലേക്ക് സമർഷം അത് CMLR സമർപ്പിച്ചിട്ടുള്ള ഒരു രേഖയാണ്. കേരള റെയിൻ ആൻഡ് എത്തിക്സ് മെർലൻസ് ലിമിറ്റഡ് KMLRന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിക്ക് KL ആക്ട് സെക്ഷൻ 81(3) പ്രകാരമുള്ള ഇളവ് നൽകണമെന്നാവശ്യപ്പെട്ട് റവന്യൂ വകുപ്പിന് മുഖ്യമന്ത്രി സമക്ഷം കോട്ട് ചെയ്യുന്നത്, റവന്യൂ വകുപ്പിനെ കോട്ട് ചെയ്തുകൊണ്ട് ഈ KMLR സമർപ്പിച്ചിട്ടുള്ള ഒരു രേഖ കൂടിയാണ് ഇന്ന് സമർപ്പിച്ചത്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി വിളിച്ച അധ്യക്ഷതയിൽ ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെന്റിന്റെ സർക്കുലേഷൻ നോട്ട് കൂടി മാത്യു ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 41ാമത്തെ പോയിന്റാണ് അതിൽ മാത്യു ചൂണ്ടിക്കാട്ടുന്നത്. അട്ടിമറികൾ നടന്നിട്ടുണ്ട്. 19/3/2019 മുതൽ തന്നെ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില അട്ടിമറികൾ നടന്നിട്ടുണ്ട്. ഈ സമയത്തൊക്കെ തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിന് മാസപ്പടിയായി തന്നെ പണം ലഭിച്ചിരുന്നു എന്നൊരു വാദം കൂടി വെക്കുന്നുണ്ട്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഫയൽ നമ്പർ 1/1/2019 വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ഈ സംസ്ഥാനങ്ങളുടെ ധാതു ഖനനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നടത്തുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ തന്നെ ഇമ്മീഡിയറ്റ്ലി ആയി നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നത് ഓർഡർ ദ പ്രിമർലി റിമൈൻഡ് എക്സ്റ്റെൻഡ് ദ മൈനിങ് ആൻഡ് കോൺസെൻറ്റ് ദ ബ്രാഞ്ച് ഓഫ് ദ
അങ്ങനെ പറഞ്ഞിട്ട് 1957 മൈനിങ് ആൻഡ് റിസർച്ച് നിയമപ്രകാരം ഈ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ഈ ഖനനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രം നൽകിയ നിർദ്ദേശത്തെ പോലും അട്ടിമറിച്ചുകൊണ്ടാണ് ഒരു പ്രവർത്തനം ഈ സർക്കാർ നടത്തിയത് എന്നൊരു നിർദ്ദേശം കൂടി വെക്കുന്നുണ്ട്. അതിനപ്പുറം തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, മുഖ്യമന്ത്രിക്ക് നൽകിയ ഒരു നിർദ്ദേശപ്രകാരം അതിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി തന്നെ ഒരു വകുപ്പ് നൽകിയ ആ വകുപ്പിന്റെ നോട്ടിൽ കൈപ്പടയിൽ തന്നെ മറ്റൊരു നോട്ട് രേഖപ്പെടുത്തുന്നു എന്നങ്ങനെ വിവിധങ്ങളായ ആരോപണങ്ങളാണ് ഇന്ന് മാത്യു ചൂണ്ടിക്കാട്ടിയത്. മാത്യു കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. ഈ കാര്യത്തിൽ കൂടുതലായിട്ടുള്ള വാദത്തിനു ശേഷം മെയ് 6-ാം തീയതി ആയിരിക്കും ഇതിന്റെ അന്തിമമായ ഒരു വിധി എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. ചിലപ്പോൾ ഇന്ന് മാത്യു സൂചിപ്പിച്ചതുപോലെ ഇതിലേതെങ്കിലും തരത്തിൽ ഒബേനായിട്ട് സർക്കാർ അല്ലെങ്കിൽ വിജിലൻസോ അല്ലെങ്കിൽ വീണാ വിജയനോ ഏതെങ്കിലും രേഖകൾ സമർപ്പിച്ചാൽ അതിന് ഉദ്ബോധകരമായ രീതിയിൽ തന്നെ വീണാ വിജയൻ മാസപ്പടി വാങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിന് തെളിവ് നൽകാൻ താൻ തയ്യാറാണ്. താൻ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ താൻ ഒരു ഗ്രൗണ്ട് നോക്കിയാണ് ഒരു കേസിന്റെ പ്രിലിമിനറി ആയിട്ടുള്ള അതിന്റെ എവിഡൻസ് എന്ന് പറയുന്നത് അത് കോടതിയിൽ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഗ്രൗണ്ടും അതിന്റെ ഫിഗറും നോക്കി മാത്രമേ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കൂ എന്ന് മാത്യു പറഞ്ഞു വെൽക്കുന്നുണ്ട്. എന്തായാലും മാസപ്പടി വിവാദ കേസ് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും വീണാ വിജയനെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മകളുടെ ഭർത്താവും മന്ത്രിയുമായ മുഹമ്മദ് റിയാസിനെയും ഒരുപോലെ തന്നെ ഇന്നും സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. അതിനോടൊപ്പം ഒരു പടി കൂടി കടർന്ന് ഈ കാര്യങ്ങളിൽ ഒരു കൈകാര്യം ചെയ്യേണ്ട റവന്യൂ ഡിപ്പാർട്ട്മെന്റും ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ തരത്തിലുള്ള ഇടപെടലുകൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റും നടത്തിയിട്ടുണ്ട് എന്നതാണ് മാത്യു പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലക്ഷ്മി.